ഷിബില് നമ്മൾ എങ്ങോട്ട് പോണ്? എവിടെ എത്തിപ്പോ? വൈൽഡ് റിസോർട്ട്. എന്ത് വൈൽഡ് റിസോർട്ട്? പേര് പറ, കറക്റ്റ് പേര് പറ. വൈൽഡ് പ്ലാനറ്റ് ബാന ഹൈറ്റ്സ് റിസോർട്ട്സ്, വെള്ളമുണ്ട, വയനാട്. അതായത് വയനാട്ടിൽ ഏറ്റവും ഹൈറ്റിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രീമിയം ലക്ഷറി റിസോർട്ടിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. 1 മണിക്കാണ് റിസോർട്ടിൽ നമുക്ക് ചെക്ക് ഇൻ ടൈം വരുന്നത്. കുറച്ചൊരു ഓഫ് റോഡ് എന്ന് പറയാൻ പറ്റില്ല അല്ലേ, ഓഫ് റോഡ് അല്ല, പക്ഷെ എന്നാലും ഒരു രസമാണ് റൂട്ട്. രാത്രിയൊക്കെ ഇതുവഴി വരികയാണെങ്കിൽ ഭയങ്കര ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ഗായ്സ്. റിസോർട്ടിൻ്റെ ഏകദേശം ഉള്ളിൽ കടന്നു അല്ലേ, ഗേറ്റ് തുറന്നു, അവിടെ സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. ഇനി നമുക്ക് 1 കിലോമീറ്റർ നമ്മളിങ്ങനെ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെയാണ് കേട്ടോ ട്രാവലിങ്. നല്ലൊരു ഓഫ് റോഡ് പോലെയാണ്, നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ശരിക്കും. നമ്മളൊരു കൊടും കാട്ടിനുള്ളിൽ അടിപൊളി കേട്ടോ അല്ലേ, നല്ലൊരു ഫോറസ്റ്റ് വൈബ് അല്ലേ. നമ്മൾ ആ വൈത്തിരിന്ന് ചെറിയൊരു ഓഫ് റോഡും തന്നെയാണ്, പക്ഷെ ഭയങ്കര വണ്ടിയെല്ലാം പോകും കേട്ടോ, കാറൊക്കെ പോകും. 12:45 കറക്റ്റ് 1 മണിക്ക് തന്നെ നമ്മളിവിടെ റിസോർട്ടിൽ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി പോവാണ്. സോ വെരി എക്സൈറ്റ്മെന്റ് ആണ്. വൈൽഡ് പ്ലാനറ്റ് റിസോർട്ടാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. ചിലപ്പോൾ മൃഗങ്ങളൊക്കെ ഇറങ്ങുന്ന ഏരിയ ആയിരിക്കാം, പക്ഷെ സേഫ് ആണ് എന്നാണ് പറഞ്ഞത്. ഏരിയ കാണുമ്പോൾ നമുക്ക് കുറച്ചൊരു അഡ്വഞ്ചറൊക്കെ ആയിട്ട് തോന്നുമെങ്കിലും കുഴപ്പമുണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മളങ്ങനെ വൈൽഡ് പ്ലാന്റ് റിസോർട്ടിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഹലോ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഞാൻ സൈദു. ഈ ആഴ്ചത്തെ നമ്മുടെ വീക്കെൻഡ് ട്രിപ്പ് വയനാട്ടിലേക്കാണ് കേട്ടോ. വയനാട്ടിൽ ഏറ്റവും ഒരു കുന്നിൻ്റെ മുകളിൽ മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രീമിയം ലക്ഷറി റിസോർട്ടിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. വൈൽഡ് പ്ലാനറ്റ് ബാന ഹൈറ്റ്സ് റിസോർട്ട്സ്. ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്രോപ്പർട്ടി അല്ല, പ്രീമിയം റിസോർട്ടൊക്കെ സെർച്ച് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വൈൽഡ് പ്ലാനറ്റ് റിസോർട്ട് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത്. കാണാം നമുക്കിനി വൈൽഡ് പ്ലാനറ്റ് റിസോർട്ടിൻ്റെ അടിപൊളി കാഴ്ചകൾ. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ വൈൽഡ് പ്ലാനറ്റ് റിസോർട്ടിൻ്റെ റിസപ്ഷൻ ഏരിയയിലാണ്. നമ്മൾ 1 മണിക്ക് റിസോർട്ടിൽ ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഒരു ബൊഫറ്റ് ലഞ്ചോട് കൂടിയിട്ടാണ് നമുക്ക് ഇവിടെ ഇവർ വെൽക്കം ചെയ്യുന്നത്. നമ്മൾ വന്ന വഴിക്ക് തന്നെ നമുക്കൊരു വെൽക്കം ഡ്രിങ്ക് കിട്ടും. അത് കഴിഞ്ഞ് നമ്മളെ ചെക്ക് ഇൻ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഏകദേശം ഇപ്പോൾ ഒരു 1 ഹവറായി റിസോർട്ടിൽ ചെക്ക് ഇൻ ചെയ്തിട്ട് നമ്മൾ അടിപൊളി നല്ല ലഞ്ചൊക്കെ കഴിച്ചിങ്ങനെ വയറൊക്കെ ഇങ്ങനെ ഫുള്ളായിട്ട് ഇരിക്കുകയാണ് ഗായ്സ്. നിങ്ങൾ റിലാക്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫാമിലിയുമായിട്ട് മസ്റ്റ് വിസിറ്റാണ് ഈ ഒരു വൈൽഡ് പ്ലാനറ്റ് റിസോർട്ട്. ഞാൻ അധികം പറയുന്നില്ല, കാണിച്ചു തരാൻ ഞാൻ ഇവിടുത്തെ റിസപ്ഷൻ ഏരിയ. കമോൺ. നമ്മളിങ്ങനെ കയറി വരുമ്പോൾ തന്നെ ഇവിടെ 2 സൈഡിലായിട്ട് ചെറിയ ഒരു വാട്ടർഫോൾസ് ഉണ്ട്, ഒരു റിവർ പോലെ. ഭയങ്കര രസമാണ് അത് കാണാനായിട്ട്. നമ്മളെല്ലാവരും ഒരുപാട് ട്രാവൽ ചെയ്ത് വളരെ ടയേർഡായിട്ടായിരിക്കും റിസോർട്ടിലെത്തുക. അപ്പോൾ നമ്മളിവിടെ ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇരിക്കാനായിട്ട് നല്ല മനോഹരമായിട്ടുള്ള ഇരിപ്പിടങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അത് ഭയങ്കര ലക്ഷറീസ് ആയിട്ടാണ്. ഇതിൻ്റെ ഫുള്ള് ഗ്ലാസ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഈ ഗ്ലാസിൻ്റെ പുറത്തുനിന്ന് കിട്ടുന്ന ഒരു വ്യൂ ഉണ്ടല്ലോ, നമുക്ക് ഭയങ്കര മൗണ്ടൈൻ വ്യൂ ആണ്. പിന്നെ ഭയങ്കര ഒരു റിലാക്സേഷനാണ് നമ്മൾ ഈ പ്രോപ്പർട്ടിയിൽ എത്തിയവന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സോ ഭയങ്കര നല്ല വ്യൂ ആണ് നമുക്കിവിടെ കാണുന്നത്. ഫ്രണ്ട് ഓഫീസിൻ്റെ 2 സൈഡിലുമായിട്ടും വളരെ മനോഹരമായിട്ട് ഇവിടുത്തെ കോട്ടേജുകൾ ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് റൂംസ് കാണാം. നമ്മൾ ഓൾറെഡി റൂമിൽ ചെക്ക് ഇൻ ചെയ്തതാണ്. നമുക്ക് ഒന്നും കൂടെ നമ്മുടെ റൂംസും നമ്മുടെ അതിമനോഹരമായിട്ടുള്ള മൗണ്ടൈൻ വ്യൂ ഉള്ള ബാൽക്കണിയുള്ള റൂമിലാണ് നമ്മളിന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്നത്. ഇവിടെ 5 കാറ്റഗറിയിലായിട്ട് ഏകദേശം 32 റൂംസുകളാണ് ഈ റിസോർട്ടിൽ വളരെ മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു ഇൻഫിനിറ്റി സ്വിമ്മിംഗ് പൂള്, ട്രെക്കിങ്ങും ഈ റിസോർട്ടിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നാച്ചുറൽ വാക്കിംഗ് ആണ്, മോർണിംഗിലും ഈവനിങ്ങിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവർ റിസോർട്ടിൽ റൂംസ് കൊടുക്കുന്നത് ഫുള്ള് ഡിന്നർ, ലഞ്ച്, ബ്രേക്ക്ഫാസ്റ്റ്, ഈവനിങ് ടീ, സ്നാക്സ്, ഇങ്ങനെ എല്ലാ ഫുഡും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് റൂംസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി സമയം കളയേണ്ട, ഞങ്ങളുടെ ചെക്ക് ഇൻ ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഞങ്ങൾ താമസിക്കുന്ന റൂംസ് കണ്ടാലോ. അപ്പോൾ ഞങ്ങളിന്ന് താമസിക്കാൻ പോകുന്ന വാലി വ്യൂ പ്രീമിയം കോട്ടേജ് ആണ് എൻ്റെ പുറകിൽ കാണുന്നത്. ഈ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ റൂം ഒന്ന് തുറന്ന് കാണിച്ചു തരാം. കമോ. നമുക്കിനി ഡോറ് ഓപ്പൺ ചെയ്യാം. തുറക്കും ഡോർ. സ്പ്രിംഗ് മാട്രസ് ആണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഭയങ്കര എന്താ പറയുക, പ്രീമിയം സെഗ്മെൻറ്റിൽ പെട്ടിട്ടുള്ള
സ്പ്രിംഗ് മാട്രസ് ആണ് ഈ ഒരു റൂമിൽ ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മളെ ബാഗൊക്കെ നമ്മൾ ഓൾറെഡി ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് തന്നെ പുറത്തേക്ക് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയതാണ്. പിന്നെ മുകൾ ഭാഗമൊക്കെ കണ്ടല്ലോ, ഭയങ്കര വുഡ് കൊണ്ട് ഒരു വെറൈറ്റി ആയിട്ട് തന്നെ അതിൻ്റെ ഇൻറ്റീരിയർ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നോക്കി ഇവിടുത്തെ ലൈറ്റുകളൊക്കെ നോക്കിയേ, ഭയങ്കര രസമല്ലേ കാണാനായിട്ട്. ഈ ഡോറിങ്ങനെ തുറക്കുക. കണ്ടോ ഗൈസ്, ഞങ്ങളുടെ റൂമിന്റെ ബാൽക്കണി കണ്ടോളൂ, എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ട്, അമേസിങ്. കണ്ടോ, ഭയങ്കര പച്ചപ്പ് നമുക്കിങ്ങനെ ആസ്വദിക്കാം. നമ്മുടെ വയനാട് ജില്ലയുടെ ഒരു ഭാഗം നമുക്ക് ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റും. ഇവിടെ അനിമൽസ് ഒക്കെ ഇറങ്ങുന്ന ഒരു പ്രദേശമാണെന്നാണ് പറഞ്ഞത്. പക്ഷെ നമുക്ക് റിസോർട്ടിൽ നമ്മൾ സേഫാണ് ഗൈസ്. ഇപ്പോൾ അറിയാലോ, വയനാട്ടിൽ ഇപ്പോൾ ഈയിടെയായിട്ട് ആനയുടെയും കടുവേൻ്റെയും ഒക്കെ ഭയങ്കര ശല്യമാണ്. ഇന്നലെ വയനാട് ജില്ലയിൽ ഹർത്താലായിരുന്നു. ആ ഹർത്താൽ സമയത്താണ് ഞങ്ങൾ വയനാട്ടിലേക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ വന്യമൃഗങ്ങളുടെ ഒരു ഡിസ്റ്റർബൻസോ അല്ലെങ്കിൽ പേടിക്കാനൊന്നും മാത്രമല്ല, സേഫാണ് ഏരിയ. നമ്മുടെ ബെഡ്റൂമിനകത്തുള്ള ഇവിടെ ടവലൊക്കെ ഭയങ്കര നീറ്റായിട്ട് ഇങ്ങനെ നല്ല ചിട്ടയോട് കൂടി വെച്ചിട്ടുണ്ട്. ആയുർവേദിക്കിൻ്റെ സോപ്സ് ആണ്, നല്ല ബ്രാൻഡിങ്, നല്ല ഐറ്റമാണ്, ക്വാളിറ്റിയുള്ള ഷാംപൂസും ഒക്കെ റൂമിനകത്ത് കോംപ്ലിമെൻ്ററി ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ കണ്ടോ, അതൊക്കെ ഇങ്ങനെ ഭരണിയിലാണ് വെച്ചിരിക്കുന്നത്. ഷാംപൂസ്, ഷവർ ജെല്ലൊക്കെയാണ്, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതെടുത്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഒരു ഹെയർ ഡ്രയർ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു മിറർ ഉണ്ട്, നമുക്കിപ്പോൾ ഷേവ് ചെയ്യാനും അതുപോലെ തന്നെ ഫേസ് വാഷ് ചെയ്യാനും നമുക്ക് ഈ ഒരു ഏരിയ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇത് ഇത്രയും കോംപ്ലിമെൻ്ററീസ് ഉണ്ട്. പിന്നെ ഡെൻ്റൽ കിറ്റ് വരുന്നുണ്ട്, ഷേവിങ് കിറ്റ് വരുന്നുണ്ട്, സോപ്സ് അഡീഷണൽ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. സാനിറ്ററി ബാഗ് ഉണ്ട്, പിന്നെ കോമ്പ് വെച്ചിട്ടുണ്ട്, ഡെൻ്റൽ കിറ്റ് വരുന്നുണ്ട്, ഷേവിങ് കിറ്റ്, ഷവർ ക്യാപ്പ്. ഇത്രയും ഐറ്റംസ് ഇവർ ഈ ബാത്റൂമിനകത്ത് കോംപ്ലിമെൻ്ററീസ് ആയിട്ട് നല്ല പാക്കിങ്, ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള, കണ്ടോ, നല്ല രസമുള്ള പാക്കിങ്, പേപ്പർ കൊണ്ട് പാക്ക് ചെയ്തിട്ട് അടിപൊളിയാക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു അടിപൊളി ലക്ഷറിയസ് ആയിട്ടുള്ള സർവീസും റൂംസും എല്ലാം സൂപ്പർ. നമ്മളൊരു നാച്ചുറൽ വാക്കിങ്ങിന് വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇതിവിടുത്തെ ട്രെക്കിംഗ് ഒക്കെ ഗൈഡ് ചെയ്യുന്ന രമേശ് എന്ന് പറഞ്ഞിട്ടുള്ള സാറാണ്. നമുക്ക് അവരോട് ചോദിക്കാം എങ്ങനെയാണ് ട്രെക്കിംഗ്, ടൈമിംഗ് എങ്ങനെയാണെന്നൊക്കെ ഒന്ന് ചോദിച്ചറിയാം. So here we are having two types of treks. One is morning trek, morning mountain trek. Mountain trek. Yes, morning 7 o'clock it will start. Timing 1 hour. 1 hour. 1 hour. 7 to 8. 7 to 8. Okay. Mountain trek that is called Banasura Mountain. Banasura Mountain View. Yes. And the nature walk, we are taking you down to the nature forest. Okay. So 1 hour. 1 hour. Again total 3 kilometers we are going to cover. Beautiful nature. ട്രെക്കിംഗ് ആണ് റിസോർട്ട്സ് എന്നത്, കോംപ്ലിമെൻ്ററി ആണ്. നമുക്ക് ചുമ്മാ ഇങ്ങനെ നടന്നു പോവാം, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. നാച്ചുറൽ വാക്കിംഗ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ട്രെക്കിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തയ്യാറെടുപ്പിലാണ്. അപ്പോൾ നമുക്കിനി ആ ട്രെക്കിങ്ങിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ട് അടിപൊളിയായിട്ടൊന്ന് നല്ലൊരു റിലാക്സേഷൻ ആയിരിക്കും. കാരണം നമുക്ക് റിസോർട്ടിൽ വന്നതിനാൽ ഒരിക്കലും ബോറടി ഫീൽ ചെയ്യില്ല. കാരണം ഒരുപാട് ആക്ടിവിറ്റീസും പിന്നെ ഇങ്ങനെ പ്രോപ്പർട്ടി വളരെ വിശാലമായിട്ട് കിടക്കുകയാണ്. നല്ലൊരു കാം ആൻഡ് ക്വയറ്റായിട്ട് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി ട്രെക്കിങ്ങിൻ്റെ കാഴ്ചകളൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടു വന്നതിന് ശേഷം ഇവിടെ കുറേ അഡ്വഞ്ചർ ആക്ടിവിറ്റീസും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, പൂളും ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ട്രെക്കിംഗ് ഒന്ന് പോയിട്ട് റിട്ടേൺ വരാം. ഓക്കെ, നമുക്ക് നോക്കാം അല്ലേ എന്താണ് നമുക്ക് കാണാൻ പറ്റുക, എക്സ്പീരിയൻസ് നമുക്ക് കാണാം. നമ്മളെ കൂടെ ഒരു കപ്പിൾസ് ഉണ്ട്, അവരിതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. From resort, 3 hours up and 3 hours down. And the third mountain, Cherapur, extreme rightness, that is called Talacheri mountain. ഒന്ന് സ്ലിപ്പായി കഴിഞ്ഞാൽ നേരെ താപ്പ് വടിയുണ്ട്. നമുക്കിങ്ങനെ കെയർഫുള്ളായിട്ട് കെയറിങ്ങിന് വേണ്ടിയിട്ടൊരു വടി തന്നിട്ടുണ്ട്. നമ്മൾ പുറകിൽ ഓര് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു നാച്ചുറൽ വാക്കിങ്ങിന് പോയി വന്നാണല്ലേ. ഞങ്ങൾ കൂടെ കണ്ണൂരിൽ നിന്ന് എത്തിയിട്ടുള്ള ഒരു കപ്പിൾസാണ്. നമുക്ക് അവരോട് ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു, ഒരു വെറൈറ്റി. കാരണം നമ്മളിങ്ങനെ റിസോർട്ടിൽ തന്നെ ഇങ്ങനെ ചടഞ്ഞുകൂടി ഇരിക്കുമ്പോൾ ഒരു എന്റർടൈൻമെന്റ് ഇല്ല, പക്ഷെ നമുക്കൊരു റിലാക്സ് അല്ലേ. കാരണം നമ്മൾ ഇങ്ങനെ കറങ്ങി അതിനകത്തൂടെ വന്ന ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് അല്ലേ. തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ വരുമ്പോൾ ഈ നാച്ചുറൽ വാക്കിംഗ് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാം. ഞങ്ങളിങ്ങനെ നാച്ചുറൽ വാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് പൂളിൽ ഇറങ്ങാൻ വേണ്ടി പോവാണ്. ഇവിടുത്തെ പൂള് അടിപൊളിയാണ്. ഇൻഫിനിറ്റി പൂളാണ് കേട്ടോ. നല്ല അടിപൊളി വ്യൂവിലാണ്, കുറച്ച് ഹൈറ്റിലായിട്ട്
പ്രോപ്പർട്ടി തന്നെ ഹൈറ്റിലായിരിക്കുന്നത്. അപ്പോൾ പൂളും കൂടെ കുറച്ച് ഹൈറ്റിലാവുമ്പോഴത്തേക്കും അടിപൊളിയായിരിക്കും. അപ്പം നമ്മൾ പൂളിൽ നമ്മൾ അടിച്ച് തിമിർക്കാൻ പോവുകയാണ് ഗായ്സ്. നിങ്ങൾ കണ്ടോളൂ. കമോൺ. സിക്സ് 30 ആയിക്കഴിഞ്ഞാൽ പൂൾ ക്ലോസ് ചെയ്യും. അപ്പോൾ റിസോർട്ടിൽ വരുന്ന എല്ലാവരും മാക്സിമം നേരത്തെ തന്നെ പൂളിൽ ഇറങ്ങാൻ നോക്കുക. പിന്നെ നമുക്ക് മോർണിംഗിലാണ് യൂസ് ചെയ്യാൻ കഴിയും ഗായ്സ്. അപ്പോൾ നമ്മളിത് നമ്മുടെ വൈൽഡ് പ്ലാനറ്റ് റിസോർട്ട്സിലെ ഒരു കിഡിലൻ ഇൻഫിനിറ്റി പൂളിൽ ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഇൻഫിനിറ്റി പൂളിൻ്റെ ഒരു വ്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മൗണ്ടൈൻ വ്യൂ ആണ്. ഞാൻ ചാടി കാണിച്ചു തരാം ഗായ്സ്. ക്ലോറിൻ സ്മെല്ലൊന്നുമില്ല, നല്ല ഫ്രഷ് വാട്ടറാണ്. നല്ല അടിപൊളി ഇൻഫിനിറ്റി പൂൾ, നല്ല ഫ്രഷ് ആയിട്ടുള്ള പൂള് ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി എക്സ്പീരിയൻസ് ആണ്. പ്രത്യേകിച്ച് ഇതിൻ്റെ ആ ഒരു വ്യൂ ഉണ്ടല്ലോ ഗൈസ്. ഈവനിങ്ങിലാണ് ഇപ്പോൾ നമ്മൾ പൂളിൽ ഇറങ്ങുന്നത്. ഇപ്പോൾ ഒരു 3:30-4 മണി ആ ഒരു ടൈമിംഗ് ആണ്. 26 മീറ്റർ നീളമാണ് ഈ പൂളിൻ്റെ ഒരു ലെങ്ത് എന്ന് പറയുന്നത്. ചിൽഡ്രൻസിനായിട്ടൊരു സെപ്പറേറ്റ് ഏരിയ ഉണ്ട്. നല്ല പ്യുവർ വാട്ടർ കിട്ടും. ഒരു ക്ലോറിൻ്റെ സ്മെല്ലോ ഒരു അഴുക്കോ ഒന്നുമില്ല. വളരെ നീറ്റായിട്ടാണ് ഇതിൻ്റെ പരിസരമൊക്കെ അവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. അടിപൊളിയാണ്. പൂളിൽ ഡ്രസ്സിങ് മസ്റ്റ് ആട്ടോ. നൈലോൺ ക്ലോത്ത് ആണ് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഓൾറെഡി നമ്മുടെ കയ്യിൽ നൈലോന് ഡ്രസ്സ് ഉണ്ടായുള്ളത് കൊണ്ട് നമ്മൾ ഓൾറെഡി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ടവലും അതുപോലെ തന്നെ ഡ്രസ്സിങ് റൂമൊക്കെ നിയർ ബൈ ആയിട്ട് തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അതിമനോഹരമായിട്ടുള്ളൊരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് പൂളിൽ. ഞാൻ ഒന്നുകൂടി ചാടി കാണിച്ചു തരാം. പൂളിൻ്റെ വ്യൂ ഇഷ്ടപ്പെട്ടു. വെള്ളം എങ്ങനെ? നല്ല വെള്ളം അല്ലേ. നാച്ചുറൽ വാട്ടർ, നാച്ചുറൽ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല. ക്ലിയർ ആണല്ലേ പൂള്. ഭയങ്കര നീറ്റാണ് അല്ലേ. ഒരു രക്ഷയില്ല കേട്ടോ ഗായ്സ്. അടിപൊളി എക്സ്പീരിയൻസ് ആണ് നമ്മുടെ വൈൽഡ് പ്ലാനറ്റിലെ ഇൻഫിനിറ്റി പൂള്. എൻ്റെ പുറകിലത്തെ വ്യൂ ഞാൻ കാണിച്ചു തരാം. കമോൺ. ഹൈവ നല്ല തണുപ്പ് കിട്ടുക. വെള്ളം ഭയങ്കര തണുപ്പ്. ശരിക്കും ഒരു നാച്ചുറൽ ആയിട്ടുള്ള പച്ച വെള്ളത്തിൻ്റെ തണുപ്പും ക്ലോറിൻ സ്മെല്ലോ ഒന്നുമില്ല. പിന്നെ നമുക്ക് ആ ഒരു മൗണ്ടെയിൻസ് നിന്ന് വരുന്ന നല്ല കാറ്റ്, ഇളം കാറ്റ് കൊണ്ട് നമുക്ക് പൂളിലിങ്ങനെ എൻജോയ് ചെയ്യാം. അടിപൊളിയാണ്. ഭയങ്കര ലെങ്തി ആയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു പൂൾ കേട്ടോ. അടിപൊളി. കണ്ടോ, നമുക്ക് എൻ്റെ പുറകിൽ കാണുന്നത് ഇവിടുത്തെ മൗണ്ടെയിൻ വ്യൂ ആണ്. നമുക്കിവിടെ ചില സമയത്ത് കാട്ടുപോത്ത് ആനയൊക്കെ ഇറങ്ങുന്ന ഒരു സ്പോട്ടാണെന്ന് പറഞ്ഞു. അത് ആനയാണോ നിൽക്കുന്നത് അവിടെ? നീ കുറെ നാളുകൾക്ക് ശേഷമല്ലേ ശരിക്കും റിസോർട്ടിൽ പോണേ അല്ലേ? കുറെ നാളത്തെ ഒരു ഗ്യാപ്പിന് ശേഷം അല്ലേ? എങ്ങനെയുണ്ടാ പൂൾ എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട്? പൂള് നൈസ് ആട്ടോ. ഞാൻ റാഡിസണിലൊക്കെ നിന്നിട്ടുണ്ട്. അവിടുത്തെ പൂളിനായിട്ട് അടിപൊളി പൂളാണ്. നീ മറ്റുള്ള ഹോട്ടലിൽ കുറ്റം പറയരുത്. നീ ഇവിടുത്തെ കാര്യം പറഞ്ഞാൽ മതി. അതല്ല അവിടുത്തെ പൂൾ, അത് 5 സ്റ്റാർ ഹോട്ടലല്ലേ ഇതല്ലല്ലോ. ഓക്കെ, അല്ല അത് ശരിയാണ്. പക്ഷെ ഇവിടുത്തെ പൂള് ഭയങ്കര ലെങ്തി ആണ്. പക്ഷെ നമുക്ക് ശരിക്കും നമ്മൾ ഒരു റിസോർട്ടിൽ ഇപ്പോൾ ഒരു കോമൺ ആയിട്ട് ഒരു പൂള് കൊടുക്കുമ്പോൾ അത്യാവശ്യം ലെങ്ത് വേണം. കാരണം എല്ലാവർക്കും ഒരുപോലെ വന്ന് ഇറങ്ങാൻ പറ്റുന്ന അത്രയും പ്രൈവസി ഉണ്ട് ഇതിൽ. അതെന്തായാലും 100% പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടില്ല. അടിപൊളി, നൈസ്. പിന്നെ നിന്റെ പുറകിലത്തെ ഈ വ്യൂ ആണ് പറയേണ്ടത്. അതെ, വ്യൂ അടിപൊളിയല്ല കിട്ടിയിട്ടുണ്ടാവില്ല അല്ലേ? ഇപ്പോൾ നമ്മൾ കുട്ടികൾക്ക് നമുക്ക് എൻ്റർടൈൻമെൻറ്റ് നമ്മളുടെ ഒരു മസ്റ്റ് പ്രിഫറൻസ് ആയിരിക്കും അല്ലേ റിസോർട്ടിൽ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മളെ കിഡ്സ് പ്ലേ ഏരിയ, കുട്ടികൾക്കുള്ള ഒരു എൻ്റർടൈൻമെൻറ്റ് ഏരിയ തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ എൻ്റെ പുറകിൽ കാണുന്നത് കുറച്ച് അഡ്വഞ്ചർ ആക്ടിവിറ്റീസാണ്. അതുപോലെ തന്നെ ഒരു ടർഫ് ഏരിയ ഉണ്ട് കേട്ടോ. ഒരു ഫുട്ബോൾ ടർഫ് ഏരിയയും അവിടെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് കിഡ്സ് പ്ലേ ഏരിയ അതെവിടെ ഇങ്ങനെ ഊഞ്ഞാലൊക്കെ കെട്ടിയിട്ടുണ്ട്. കാണിച്ചു തരാം. കറക്കി വിടുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇത് മറ്റേ സംഭവമല്ലേ ഇങ്ങനെ പൊക്കി വിടുന്നത് കണ്ടോ? കുട്ടികൾക്കുള്ള അടിപൊളി കിഡ്സ് പ്ലേ ഏരിയ. കുറേ മിഷനറീസ് ഉണ്ട് ഇവിടെ. ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. പിന്നെ ഇത് കൂടെ ഇങ്ങനെ കറങ്ങി
കുട്ടികളെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു കിഡ്സ് പ്ലേ ഏരിയ തന്നെ നമുക്കിവിടെ റിസോർട്ടിലുണ്ട്. മക്കൾ എന്തായാലും ഒരിക്കലും ബോറടിക്കില്ല കേട്ടോ, അടിപൊളിയാണ്. പ്ലേയിങ് ഏരിയ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. ഇവിടെ ഒരുപാട് ഐറ്റംസ് ഒക്കെ മിഷനറികളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനി ഇവിടെ ഒരു ടർഫ് ഏരിയ ഉണ്ട്. ടർഫ് ഏരിയ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഈ ഒരു ഭാഗത്താണ് ടർഫ് ഏരിയ വരുന്നത്. ഫുട്ബോൾ ടർഫ് ഏരിയ തന്നെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവിധ ഇൻഡോർ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ആയാലും അതുപോലെ തന്നെ ട്രെക്കിംഗ് ആയാലും മറ്റുള്ള കുട്ടികളുടെ എൻ്റർടൈൻമെൻ്റ് ആയാലും സ്വിമ്മിംഗ് പൂൾ ആയാലും ഫുഡായാലും എല്ലാം കൊണ്ടും അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് വൈൽഡ് പ്ലാനറ്റ് ബാന ഹൈറ്റ്സ് റിസോർട്ട്സ് വയനാട്. ആട് ലാരീരം രാരീരം രാരത്തിലായിട്ട് പാട്ടില്ല, മറ്റേ പാട്ട് പഠിക്കേ. അങ്ങനെ നമ്മളെ കുഞ്ഞു വാവ ഇതേ ഊഞ്ഞാലാടുകയാണ് ഗായ്സ്. പാട്ടുപാട്. രാരീരം രാരീരം താളത്തിലാടി ഒന്നാനകുന്നും മേൽക്കൊന്നിറങ്ങി ഞാനൊന്നു പാടിറങ്ങി. കണ്ടല്ലോ, LKG പഠിക്കുന്ന ചെറിയ കുട്ടിയാണ്. ഞങ്ങൾ ഇനി അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഉണ്ട്. അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മളെ ഗൈഡ് ചേട്ടാ എത്തിയിട്ടുണ്ട് പോലെ. അപ്പോൾ നമുക്ക് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് മസ്റ്റ് ട്രൈ ആണ്. അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഓക്കെ. ബെൽറ്റൊക്കെ നമ്മൾ സേഫ്റ്റി ബെൽറ്റും അതുപോലെ ഹെൽമെറ്റ് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടുത്തെ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഹെൽമെറ്റ് മുകളിൽ അപ്പോൾ ഹെൽമെറ്റ് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഹെൽമെറ്റും അതുപോലെ ബെൽറ്റും സംഭവങ്ങളൊക്കെ കിട്ടി. ഞാൻ 2-3 റിസോർട്ടിൽ പോയപ്പോൾ ഇതുപോലെ അഡ്വഞ്ചർ ആക്ടിവിറ്റീസൊക്കെ ഓൾറെഡി എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ എഗെയിൻ വെൽക്കം ബാക്ക് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് വൈൽഡ് പ്ലാനറ്റ് റിസോർട്ട്സ്. Next rope pidim. വലിയ blue rope. Blue rope. GoPro എടുക്ക്. അടിപൊളി, ഭയങ്കര അഡ്വഞ്ചർ എക്സ്പീരിയൻസ്, സൂപ്പർ. ഇപ്പോൾ നമ്മൾ എല്ലാ അഡ്വഞ്ചറും ട്രൈ ചെയ്തു കേട്ടോ ഗൈസ്. അടിപൊളിയാണ്, ഒരു വെറൈറ്റി സംഭവം. സക്സസ്. നമുക്ക് പരിപ്പോടാണോ? 2 എണ്ണം. നല്ല പരിപ്പോടെ ഉണ്ട്, സ്നാക്സ് ഉണ്ട്, ബിസ്ക്കറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു നല്ലൊരു എന്താ പറയുക, ഒരു വാച്ച് ടവർ പോലെയാണ്, റൂഫ് ടോപ്പ് മോഡലിൽ. നല്ല അടിപൊളിയായിട്ട് നമുക്ക് വ്യൂ ഒക്കെ ആസ്വദിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ചായ കുടിച്ചാലോ? അപ്പോൾ നമുക്ക് ഇവിടെ ചെന്നിരുന്ന് ചായ കുടിക്കാം. सोचेंगे तुम्हें प्यार करके नहीं
എന്ത് പറ്റി ഭയങ്കര സങ്കടത്തിലാണല്ലോ. അന്തിക്കടപ്പുറത്തോരോരക്കൂടെ എടുത്ത് നാലും കൂട്ടി മുറുക്കി നടക്കുന്ന ആരാണ് ഞാനെല്ലാവരും എല്ലാം ചെമ്മാരും പാടണ തുറയറയൻ അങ്ങേ കരയിൽ വള്ളിയുറങ്ങാൻ മൂപ്പര് തോന്നണേ മേലെ മാനത്ത് 1000 ഷാപ്പുകൾ തുറക്കുന്നുണ്ടേ മേലെ മാനത്ത് 1000 ഷാപ്പുകൾ തുറക്കുന്നുണ്ടേ സ്വർഗത്തിലെ മുത്തച്ഛന്മാർക്ക് ഇഷ്ടം പോലെ കുടിക്കാമല്ലോ നീ അറിഞ്ഞോ മേലെ മാനത്ത് 1000 ഷാപ്പുകൾ തുറക്കുന്നുണ്ടേ നീ അറിഞ്ഞോ മേലെ മാനത്ത് 1000 ഷാപ്പുകൾ തുറക്കുന്നു. You are going to call number 1, 2, 3. Whenever 3 comes to you, sir, you are going to do like this. 3, 4, 5. Whenever 5 comes to you, madam, you are going to touch your nose. 6, 7, 8. Whenever 8 comes, you are going to do Tata. 9, 10, 11, 12, 13 again, sir. You are going to do like this. 14. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇപ്പോൾ റെസ്റ്റോറൻറ്റിൽ എത്തിയിരിക്കുകയാണ്. മോർണിംഗിൽ ഒരു നേച്ചർ വാക്കിംഗ് ഉണ്ടായിരുന്നു, അപ്പോൾ അത് ഞങ്ങൾ സ്കിപ്പ് ചെയ്തു. ഇന്നലെ നല്ല ടയർഡായിരുന്നു, ഉറക്കക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ട്രെക്കിങ് നമ്മൾ സ്കിപ്പ് ചെയ്തു. അപ്പോൾ നമ്മളിവിടെ ബ്രേക്ക്ഫാസ്റ്റ് ബൊഫേ തന്നെയാണ്. ഒരുപാട് മെനു ഉണ്ട് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൽ. ഇന്നലത്തെ ഡിന്നറൊക്കെ ഒരു രക്ഷയില്ല, അടിപൊളിയായിരുന്നു. അപ്പോൾ ഞങ്ങളിവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ ടേബിളിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കട്ട് ഫ്രൂട്ട്സ് ഉണ്ട്, കേക്ക്സ് ഉണ്ട്, അതുപോലെ തന്നെ ഒരുപാട് മെനു ഉണ്ട്, ഒത്തിരി ഐറ്റംസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നല്ല അടിപൊളി ഒരു ബ്യൂട്ടിഫുൾ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ വൈൽഡ് പ്ലാനറ്റ് റിസോർട്ട്സിൽ നിന്ന് കഴിക്കാൻ പോവുകയാണ്. ചായയൊക്കെ അവിടെ ലൈവാണ്, അതുപോലെ ഓംപ്ലേറ്റും സംഭവങ്ങളൊക്കെ നമ്മൾ അഡീഷണൽ പറഞ്ഞു കഴിഞ്ഞാൽ റെഡിയാക്കി തരും. അപ്പോൾ ഇവിടെ ഇവർ കുറച്ച് ഇൻഡോർ ഗെയിംസുകൾ, അതായത് ടേബിൾ ടെന്നീസ്, ലുഡോ, അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്, ചെസ് ബോർഡ്, ഇങ്ങനെയൊക്കെയുള്ള ഇൻഡോർ ഗെയിംസുകളാണ് ഈ ഒരു ഭാഗത്തായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ബോറടിയൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ച് നേരം എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു ഫ്രണ്ടേജിലാണ് മൊത്തത്തിൽ ഇങ്ങനെ കോട്ടേജുകളൊക്കെ കാണാൻ നമുക്ക്. ഇവിടെയൊക്കെ ഇവരുടെ
വാലി വ്യൂ കോട്ടേജുകളാണ്. നല്ല വ്യൂ ആണ്. അതിൻ്റെ ബാക്ക് സൈഡത്തെ ബാൽക്കണി നമ്മൾ ഇതിൽ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്ന കോട്ടേജ് ആ ഫ്രണ്ടിൽ കാണുന്നതാണ്. റിസോർട്ടിൽ നിന്ന് ചെക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. ബാഗും കാര്യങ്ങളൊക്കെ നമ്മൾ ലഗേജൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് 11 മണിക്കാണ് ചെക്കൗട്ട് ടൈം വരുന്നത്. എന്തായാലും നല്ലൊരു സ്റ്റേ ആയിരുന്നു അല്ലേ ഷിപ്പിലേക്ക്? അടിപൊളിയായിരുന്നു, നല്ല അടിപൊളി വൈബ് സ്റ്റേ ആയിരുന്നു. നല്ലൊരു സ്റ്റേ ആയിരുന്നു. നല്ലൊരു ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ, നല്ല വ്യൂ, നല്ല സർവീസും, ഭയങ്കര ഹോസ്പിറ്റാലിറ്റി, പിന്നെ നല്ലൊരു പ്രോപ്പർട്ടി, നല്ലൊരു പ്രീമിയം പ്രോപ്പർട്ടി, നല്ലൊരു ഫുഡായാലും ഒക്കെ അടിപൊളിയായിരുന്നു. ഈ ഒരു ബർത്ത്ഡേ പരിപാടി നടക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഡെക്കറേഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ചെറിയ ബർത്ത്ഡേ പരിപാടി, എൻഗേജ്മെൻറ്റോ വെഡ്ഡിങ് റിസപ്ഷനോ ഒക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ നിങ്ങൾക്ക് അതിനായിട്ട് ചൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇവിടെ ഭയങ്കര വിശാലമായിട്ടുള്ളൊരു ഏരിയയാണ്. കുറേ പേർക്ക് ഇരിക്കാനും ഫങ്ഷൻ നടത്താനൊക്കെയുള്ള സൗകര്യം ഈ ഒരു റൂഫ് ടോപ്പ് ഗാർഡനിലുണ്ട്. കാട്ടുകൂത്തുകളൊക്കെ ചിലപ്പം ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ കാണാറുണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷെ നമുക്ക് റിസോർട്ടിലേക്കുള്ള ഒരു ഡിസ്റ്റർബൻസോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ ഈ ഭാഗത്ത് നോക്കിയാലും നമുക്ക് വ്യൂ ആണ്, മൗണ്ടൈൻ വ്യൂ ആണ്. ഈ സൈഡിലും മൗണ്ടൈൻ വ്യൂ ആണ്. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൗണ്ടൈൻ വ്യൂ ആണ് നമുക്ക് ഈ റിസോർട്ട്സിൻ്റെ ഏതൊരു ഭാഗത്ത് നോക്കിയാലും കാണാൻ പറ്റും. അപ്പോൾ ഭയങ്കര ചൂടാണ്. ചൂടായതുകൊണ്ട് തന്നെ നമുക്ക് മോർണിംഗിലൊക്കെ നല്ല തണുപ്പുണ്ടായിരുന്നു അല്ലേ? അല്ലടാ, മോർണിംഗിലല്ല നല്ല ഉഷാറായിരുന്നു. മോർണിംഗിൽ നൈറ്റിലല്ല. രാത്രിയിൽ നമ്മൾ AC ഒക്കെ നമ്മൾ ഇടയ്ക്ക് ഓഫ് ചെയ്തു, കാരണം അത്രയും തണുപ്പുണ്ടായിരുന്നു. രാവിലെ ഒരു 10 മണി വരെ, ഒരു 9 മണി വരെയൊക്കെ നല്ല തണുപ്പായിരുന്നു. ഇപ്പം കുറച്ച് ചൂടായിട്ടുണ്ട്. നമ്മൾ ഏറ്റവും ടോപ്പിലാണ് അപ്പം നിൽക്കുന്നത്. അപ്പോൾ നല്ലൊരു, പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഭയങ്കര ചൂടാണല്ലോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ചെറിയ ചൂട് ഇവിടെയും വയനാട്ടിലുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നല്ലൊരു സ്റ്റേ എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മുടെ വൈൽഡ് പ്ലാനറ്റ് ബാന ഹൈറ്റ്സ് റിസോർട്ട്സ് വെള്ളമുണ്ട എന്ന ലൊക്കേഷനിലുള്ള ഒരു പ്രീമിയം ലക്ഷറി റിസോർട്ടാണ്. അപ്പോൾ പ്രീമിയം റിസോർട്ടുകൾ സെർച്ച് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു റിസോർട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ റിസോർട്ടിൻ്റെ എൻക്വയറി, ഇവിടുത്തെ റൂം കാറ്റഗറീസും അതുപോലെ തന്നെ ഇവിടുത്തെ പ്രൈസ് അറിയാനൊക്കെ ആയിട്ട് താല്പര്യം ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇവിടുത്തെ കോൺടാക്റ്റ് നമ്പർ വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ വിളിക്കുക നമ്പറിൽ. നല്ല ഒരു പ്രൈസിൽ തന്നെ നിങ്ങൾക്ക് റിസോർട്ട് ബുക്ക് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ ഒരു ബേസ് കാറ്റഗറി റൂമാണ് കേട്ടോ. അതായത് സ്റ്റാർട്ടിംഗ് കാറ്റഗറിയാണ് വരുന്നത്. ഇത് ബാൽക്കണി, വിത്തൗട്ട് ബാൽക്കണി റൂമാണ്. ഒരു ഹോട്ടൽ റൂംസിൻ്റെയൊക്കെ ആ ഒരു സെറ്റപ്പിലാണ്. പക്ഷെ നല്ല ലക്ഷറീസ് ആണ്. നല്ല വുഡ് കൊണ്ട് ഇങ്ങനെയാണ് ഇന്റീരിയർ ഒക്കെ ചെയ്തിട്ട് നല്ലൊരു റൂംസ് തന്നെയാണ്. ഒരു ക്ലാസ് റൂമാണ്. ഇവിടെ ബിഗ് സ്ക്രീനിൽ നമുക്ക് ഇവിടെ TV ഒക്കെ ഉണ്ട്. പിന്നെ അത്യാവശ്യം നമ്മളെ റൂമിലെ പോലെ തന്നെ കോംപ്ലിമെന്ററീസും സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നല്ലൊരു റൂം തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു ബഡ്ജറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ റൂമൊക്കെ ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു ബേസ് കാറ്റഗറി റൂം. ഇവിടെ 2 ചെയറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് വ്യൂ കുറവായിരിക്കും ബാൽക്കണി ഇല്ലാത്തത് കൊണ്ട്. പക്ഷെ എന്നാലും റൂം നല്ല അടിപൊളിയാണ് കേട്ടോ. ഇവിടുത്തെ ഒരു ലക്ഷറി തന്നെ പറയാം അല്ലേ, ഒരു പ്രീമിയം കാറ്റഗറി. നമ്മൾ ഏതൊരു ലക്ഷറി റിസോർട്ട് ചെന്നാലും ലോ ബഡ്ജറ്റ് മുതൽ പ്രീമിയം ലക്ഷറി വരെയുള്ള കാറ്റഗറീസ് ഉണ്ടാവും. പിന്നെ നേരത്തെ പറഞ്ഞിരുന്നു ഇവിടെ 5 കാറ്റഗറി റൂംസ് ഉണ്ട്. നമുക്ക് സോഫ സെറ്റിംഗ്സ് ഒക്കെ വന്നിട്ട് ഒരു സെപ്പറേറ്റ് ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് അതൊന്ന് കാണാം. പിന്നെ അതുപോലെ ഇത് ഏത് കാറ്റഗറിയാണ്? എക്സോട്ടിക് ഫൗണ്ടൈൻ. എക്സോട്ടിക് എന്ന് പറയുന്നിട്ടുള്ള ഒരു പ്രീമിയം കാറ്റഗറിയാണ്. അതിൽ തന്നെ 5 ടൈപ്പ് റൂംസ് വരുന്നുണ്ട് അല്ലെ? ഈ 5ഉം ഡിഫറെന്റ് ആണ്. എന്റെ ഏതൊക്കെയായിരുന്നു അതിന്റെ പേരെന്ന് പറഞ്ഞു? കേവ് വരുന്നുണ്ട് നമുക്ക്. കേവ് മീൻസ് നമ്മളെ ഗുഹയ്ക്കുള്ളിൽ കേവ് റൂം വരുന്നുണ്ട്. പിന്നെ ഒരു ഗാർഡൻ, അതെ, ഒരു ബ്രിഡ്ജ് ഒക്കെ വന്നിട്ട്. ഓക്കെ. പിന്നെ നമുക്ക് വുഡൻ വരുന്നുണ്ട്, ഫുള്ള് വുഡൻ ആയിട്ടുള്ളത്. പിന്നെ ഒരു ക്രാഫ്റ്റ് റൂം, ഇത് ഫൗണ്ടൈൻ. അപ്പൊ നമ്മളിപ്പോ കേട്ടിരുന്നു 5 ഏറ്റവും ടോപ്പിൽ വരുന്ന എക്സോട്ടിക് എന്ന് പറഞ്ഞ കാറ്റഗറിയിലുള്ള 5 ഡിഫറെന്റ് ഓഫ് റൂംസ്. അതിലുള്ള ഒരു കാറ്റഗറി റൂംസ് ആണ് ഫൗണ്ടൈൻ അല്ലേ? സ്ക്രീനിൽ ഇവിടെ ഇരിക്കാനുള്ള നല്ല സൗകര്യമൊക്കെ ഉണ്ട്. ആർട്ടിഫിഷ്യൽ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ മിനി ബാർ ഒക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ വലിയൊരു മിറർ ഉണ്ട്. പിന്നെ ഇത് ബാത്റൂം ഏരിയ ആണ്. കുറച്ചും കൂടെ സ്പീഷ്യസ് ആണ് ബാത്റൂം, ബാത്ത് ഏരിയ, സെപ്പറേറ്റ് ഏരിയ, വാഷ് ഏരിയ. ഇവിടെ കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആയിട്ടാണ് അവരുടെ കോംപ്ലിമെന്ററീസ് ഒക്കെ വെച്ചിട്ടുള്ളത് അല്ലെ? നമ്മുടെ റൂമിൽ നിന്നും വളരെ കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആണ്. ഭയങ്കര ഒരു ക്ലാസ് ലുക്കാണ് ബെഡ്റൂം. കണ്ടല്ലോ, ഒരു ശരിക്കും ഫാമിലിക്കും വരാം, അതുപോലെ തന്നെ കപ്പിൾസിനും ഒക്കെ നല്ല പ്രൈവസി ഉണ്ടാവും. സെപ്പറേറ്റ് ഒരു കോട്ടേജ്, സെപ്പറേറ്റ് ബാൽക്കണി പോലെ. ഇതിന്റെ വ്യൂ കാണുന്നത് ഇതായിരിക്കും കേട്ടോ, മൗണ്ടൈൻ വ്യൂ ആണ്. ഭയങ്കര ഒരു ടോപ്പ് ലെവൽ വ്യൂ അല്ല, പക്ഷെ ഇവിടുന്ന് നല്ല നമുക്ക്
കാറ്റ് കൊണ്ട് ഇങ്ങനെ റിലാക്സ് ചെയ്യാൻ പറ്റും. ഈവനിങ്ങിലൊക്കെ നല്ല വൈബായിരിക്കും. അടിപൊളിയല്ലേ? അപ്പോൾ ഇത് ഇവിടുത്തെ ഏറ്റവും ടോപ്പിലുള്ള ലക്ഷറി ആയിട്ടുള്ള റൂമാണ്. ഇതിൻ്റെ റേറ്റ് അറിയാനായിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവും. റേറ്റ് അറിയണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുന്നുണ്ട്, അതിൽ വിളിക്കുക. ഈ റൂം ബുക്ക് ചെയ്യാനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ആ നമ്പർ ഉപയോഗിക്കും. ഇവിടുത്തെ എക്സോട്ടിക് കാറ്റഗറിയിൽ തന്നെ നമ്മൾ നേരത്തെ കണ്ടു, എന്താണ് പേര്? ഫൗണ്ടെയിൻ കണ്ട് നമ്മൾ നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ശരിക്കും നല്ല നാച്ചുറലായിട്ട് കരിങ്കല്ല് വെച്ചിട്ട് ഒരു ഗുഹ നമ്മൾ കണ്ടിട്ടുണ്ട്. എൻ്റെ മുൻപത്തെ വ്ളോഗിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കേവ് റൂംസ് നമ്മൾ കുറേ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇത് കുറച്ചും കൂടെ നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ഫ്രണ്ടേജൊക്കെ ഇങ്ങനെ നോക്കി വലിയ പാറകൾ കൊണ്ടിട്ടാണ് ഈ ഒരു കേവ് റൂം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് കപ്പിൾസിനും ഫാമിലിക്കും അതുപോലെ ഫ്രണ്ട്സിനും ഒരുമിച്ച് ചില്ലാക്കാൻ പറ്റുന്ന തരത്തിലാണ് അതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ്സ്. അപ്പോൾ നമുക്കതിൻ്റെ ഗുഹൻ്റെ ഉള്ളിലോട്ട് പോയി നോക്കിയാലോ. ഫ്രണ്ടിൽ വരുമ്പോൾ അവിടെ ഒരു കമ്പ്രാന്തലൊക്കെ ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടുണ്ട്. നല്ല ഒരു ഇതുണ്ട്, അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഗുഹൻ്റെ ഉള്ളിലേക്ക് പോയാലോ? കമോ. ഹലോ. പ്രത്യേകിച്ചിട്ട് ഈ റിസോർട്ടിൻ്റെ പേര് തന്നെ വൈൽഡ് പ്ലാനറ്റ് എന്നാണ്. അപ്പോൾ ഇവിടെ ആനയുടെ ചിത്രം നമ്മൾ എവിടെ നോക്കിയാലും കാണും കേട്ടോ. റിസപ്ഷനിൽ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ആനയുടെ ചിത്രമാണ്. ഇവര് ലോഗോ തന്നെ എലിഫന്റ് ആണ്. ഇവിടെയൊക്കെ ഒരു നമ്മുടെ മറ്റേ മായാവിന്റെ ഒക്കെ ഒരു ഇതില്ലേ, അതിലത്തെ ഒക്കെ ചിത്രങ്ങളൊക്കെ കാണുന്ന ഓർമ്മ വരുന്നുണ്ട് പെട്ടെന്ന് കുട്ടിക്കാലത്ത്. നല്ല രസമുണ്ട് കേട്ടോ. സൗണ്ടൊക്കെ എക്കോ അടിക്കുന്നുണ്ട്. അതുകൂടാതെ എന്താ വെച്ചാൽ നാച്ചുറൽ ആയതുകൊണ്ടാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കേവ് റൂം. ഭയങ്കര ലക്ഷറീസ് ആണ്. ഇത് കപ്പിൾസിനൊക്കെ ഹണിമൂണൊക്കെ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് നിങ്ങളൊരു ഡിഫറെൻറ്റ് റൂംസ് ഒക്കെ സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് ചൂസ് ചെയ്യാം. പിന്നെ അടിപൊളിയാണ് കേട്ടോ. ഇവിടെ കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആണ്. മൊത്തത്തിൽ ഇങ്ങനെ ഇതാണ് വിളക്കുകളൊക്കെ തൂക്കി ഒരു വലിയ TV സ്ക്രീനിലുണ്ട്. പിന്നെ ഇതാണ് ബെഡ്. മുകളിലൊക്കെ നോക്കിയാൽ ഇവിടെ ഭയങ്കര തണുപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ AC അല്ലെങ്കിൽ ഫാനോ ഒന്നും നമ്മൾ ഓൺ ആക്കിയിട്ടില്ല. പക്ഷെ ഇതിനകത്തേക്ക് കയറിയപ്പോഴത്തേക്ക് നല്ലൊരു കൂളാണ് അല്ലേ? ഭയങ്കര ഒരു തണുപ്പുണ്ട്. ഈ പാറയിലൊക്കെ ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ നല്ല തണുപ്പുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ കുറച്ച് ലക്ഷറി സ്റ്റൈലിഷ് ആയിട്ട് നിങ്ങൾ സ്റ്റേ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വൈൽഡ് പ്ലാനറ്റിലെ ഈ കേവ് റൂം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അടിപൊളിയാണ്. ഇനി ഇതിൻ്റെ ഒരു ബാൽക്കണി ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ബാൽക്കണിയിലേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടെ രണ്ടിങ്ങനെ ചെയറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഹൈവ നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്ത് നമ്മുടെ റൂമിൽ നിന്ന് കിട്ടിയ അതേ ഒരു വ്യൂ ആണ് കേട്ടോ. മൗണ്ടൈൻ വ്യൂ ആണ്. ഇനിയിപ്പം വൈകുന്നേരത്ത് നിങ്ങൾക്ക് ലക്ക് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ആനയോ കാട്ടുപോത്തൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുവാണെങ്കിൽ നിങ്ങൾക്ക് അതിനെയൊക്കെ ക്യാച്ച് ചെയ്യാൻ പറ്റും. നല്ല വ്യൂ ആണ്. പിന്നെ ഇവിടെ ഇരിക്കാനുള്ള ഒരു സ്പേസ് ആണ്. അടിപൊളിയല്ലേ? രസമുണ്ട് കേട്ടോ. ഇപ്പോഴത്തെ വ്യൂ നോക്കണ്ട, ഇത് ഇപ്പം ഒരു മിഡിൽ ടൈമാണ്, അതായത് ഉച്ചയോട് അടുക്കുന്ന ഒരു ടൈം ആയതുകൊണ്ട് കുറച്ച് വെയിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഹണിമൂൺ കോട്ടേജുകൾ വരുന്നുണ്ട് കേട്ടോ. സെപ്പറേറ്റ് ആയിട്ട് ഹണിമൂൺ കോട്ടേജസ് കപ്പിൾസിന് അവർ സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു വില്ലയുടെ ഫ്രണ്ടിലാണ് ഇപ്പോൾ ഞാനുള്ളത്. നമുക്ക് ഹണിമൂൺ കോട്ടേജസ് ഒന്ന് കാണാം. ഇന്നലെ ഇവിടെ ഓൾമോസ്റ്റ് റൂംസ് ഒക്കെ ഫുള്ളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഗസ്റ്റ് ഇപ്പോൾ ചെക്കൗട്ട് ചെയ്ത് പോയിട്ടേ ഉള്ളൂ. എനിവേ നമുക്ക് എന്തായാലും റൂം ഒന്ന് കാണാം. റൂമിൻ്റെ വ്യൂ എങ്ങനെയുണ്ടെന്ന് നോക്കാം. റൂമൊക്കെ ഇങ്ങനെ അലങ്കോലായി കിടക്കുവാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ ഗസ്റ്റ് ഇപ്പോൾ ജസ്റ്റ് ചെക്കൗട്ട് ആയിട്ടേ ഉള്ളൂ. നമുക്കിതിൻ്റെ വ്യൂ കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്ന്. ബാൽക്കണിയാണ്. ഹൈവോ ഇതിൻ്റെ വ്യൂ ഒരു രക്ഷയില്ല കേട്ടോ. വാവ്, നമ്മളൊരു ഗ്ലാസ് ബ്രിഡ്ജിനകത്ത് കയറി വന്ന പോലെ ഉണ്ടല്ലോ. ഒരു ഗ്ലാസ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇതേ ഗ്ലാസ് ബ്രിഡ്ജ് കിടക്കും. ആ പ്രകൃതിയുടെ ഒരു വികൃതി കണ്ടോ ഗായ്സ് നിങ്ങൾ. നമ്മൾ കുറച്ചും കൂടെ നല്ല വ്യൂ ഉള്ള സ്ഥലത്തേക്ക് വന്നപ്പോഴത്തേക്കും നല്ല തണുപ്പ്, നല്ല ഇളം കാറ്റടിക്കുന്നുണ്ട്. അടിപൊളി കേട്ടോ. വാവ്, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ബാൽക്കണി വ്യൂ ഒരു രക്ഷല്ല, അടിപൊളി ആയിട്ടുണ്ട്. അപ്പോൾ ഹണിമൂൺ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു അറ്റ്മോസ്ഫിയർ ആണ് മൊത്തത്തിൽ ഇവിടെ. നല്ലൊരു കോട്ടേജാണ്. റൂം നോക്കണ്ട, റൂം ഇപ്പം ഗസ്റ്റ് പോയിട്ടേ ഉള്ളൂ, അതുകൊണ്ട് അലങ്കോലായി കിടക്കുവാണ്. അപ്പോൾ കപ്പിൾസിന് ചൂസ് ചെയ്യാൻ പറ്റിയ ഹണിമൂൺ കോട്ടേജ് ആണ് ഞാനിപ്പോൾ പരിചയപ്പെടുത്തിയത് കേട്ടോ. അതിൻ്റെ ബാൽക്കണിയാണ് ഹൈലൈറ്റ്.
സൂപ്പർ, ഒന്നും പറയാനില്ല. സ്ക്രീനിൽ വരാൻ സ്വാഭാവികമാണ്, ചില കുട്ടികൾക്ക് ചിലപ്പോൾ സ്ക്രീനിൽ വരാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ വിസ്മയൻ്റെ വോയിസ് ആണ് കേട്ടോ നിങ്ങൾ ഇടയ്ക്ക് കേൾക്കുന്നത്, തെറ്റിദ്ധരിക്കില്ല ഗായ്സ്. വിസ്മയ നമുക്ക് നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തു. ഇത് ഏതാ നമ്മൾ ഏതോലോട്ട് പോകുന്നത്? ഗാർഡൻ. ഇപ്പം നമ്മൾ നേരത്തെ കണ്ട എക്സോട്ടിക് കാറ്റഗറിയിലെ കേവ് റൂം കണ്ടു, അതുപോലെ തന്നെ ഫൗണ്ടെയിൻ കണ്ടു. ഇനി നമ്മൾ കാണാൻ പോകുന്ന ഗാർഡൻ അല്ലേ, ഗാർഡനിലാണ്. അത് കുറച്ചും കൂടെ ഒക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. കേവ് എന്ന് പറയുമ്പോൾ അത് വേറെ തന്നെ ഒരു കാറ്റഗറി, ഫൗണ്ടെയിൻ എന്ന് പറയുമ്പോൾ അത് വേറൊരു ലെവൽ. ഇതിപ്പോൾ അതിനെക്കാട്ടിലും വേറൊരു സംഭവമാണ്. ഇതിന് ഭയങ്കര ബ്രിഡ്ജൊക്കെ വെച്ചിട്ടുണ്ട് മരം കൊണ്ട് അല്ലേ, ഗ്ലാസ് ബ്രിഡ്ജ് അല്ലേ, ഇതൊരു ബ്രിഡ്ജ് അല്ലേ, ഒരു ചെറിയ ബ്രിഡ്ജ് അല്ലേ, അതൊരു രസമുണ്ട് കാണാനായിട്ട്. സിക്കാൻ കാണിച്ചു തരാം, കണ്ടോ, ഇതാണ് ഞാൻ ബ്രിഡ്ജ് എന്ന് പറഞ്ഞത് കേട്ടോ. മരത്തിൻ്റെ ഒരു പാലം, രസമാണ്. ഒരു കപ്പിൾസിനൊക്കെ ഫോട്ടോഷൂട്ട് നടത്താൻ പറ്റിയിട്ടുള്ള ഏരിയ ഒക്കെ ഉണ്ട് ഇവിടെ. വന്നോളൂ. നമ്മളിങ്ങനെ ഇറങ്ങി ചെല്ലുമ്പോൾ ഇവിടെ ഒരു ചെറിയ പോണ്ട് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നാച്ചുറലായിട്ടൊരു പോണ്ട് പോലെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അതാ പറഞ്ഞത്, ഫോട്ടോഷൂട്ട് നടത്താൻ പറ്റിയ കിടിലൻ സ്പോട്ടാണ്. ഇവിടെ എത്തിയപ്പോഴത്തേക്കും ചെറുതായിട്ടൊരു സ്വിറ്റ്സർലാൻഡ് ഫീൽ ഗായ്സ്. ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കണ്ടപ്പോഴത്തേക്കും എനിക്കൊരു നമ്മൾ ഒരു സ്വിറ്റ്സർലാൻഡിലൊക്കെ പോയിട്ടുള്ള ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു സ്ട്രക്ചർ പോലെ ഫീൽ ചെയ്തു. അത് നേരാണോ അറിയില്ല, എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാണ്. എനിവേ നമുക്ക് പോയി നോക്കാം. കണ്ടോ, ഇവിടെയൊക്കെ നല്ല കിടിലനാണ് കേട്ടോ, ഭയങ്കര കണ്ടോ, ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ട് കപ്പിൾസിന് ഫോട്ടോഷൂട്ട് നടത്താൻ പറ്റിയ സ്ഥലമാണ്. ഇവിടെയും ഞാൻ പറഞ്ഞല്ലോ ഒരു പോണ്ട് ഉണ്ട് മുകളിലോട്ട് കയറിയാൽ ഭയങ്കര. ഈ ഒരു ഏരിയ ഞാൻ പറഞ്ഞത്, ഈ ഒരു പോർഷൻ എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ ഒരു മിനി സ്വിറ്റ്സർലാൻഡ് പോലെ ഫീൽ ചെയ്തു. ഇനി ഇവിടെ വേറെ ഒരു സംഭവം കൂടെ ഉണ്ട്. നമുക്ക് റൂം തുറന്ന് കാണാം. ഓ, ഇത് വേറെ തന്നെ ഒരു ലെവൽ ആണ്, കാണിച്ചു തരാം. ചുമ്മാതല്ല, അപ്പൊ ഇതിന് ഗാർഡൻ വില്ല, വെറുതെ അല്ല ഇതിന് ഗാർഡൻ വില്ല എന്നിട്ടിരിക്കുന്നത്. കാരണം എവിടെ നോക്കിയാലും ഗാർഡൻ ആണ്. ബെഡ്റൂമിനകത്തും ഗാർഡൻ, പുറത്തും ഗാർഡൻ. എന്തായാലും ഒരു ഒരു രക്ഷയില്ല കേട്ടോ. കപ്പിൾസ് കാണുന്നുണ്ടോ നിങ്ങള്? അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത് നമ്മുടെ വയനാട് വെള്ളമുണ്ട എന്ന് പറയുന്ന ലൊക്കേഷനിലുള്ള നല്ലൊരു കുന്നിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായിട്ടുള്ള ഒരു പ്രീമിയം ലക്ഷറി റിസോർട്ട്, വൈൽഡ് പ്ലാനറ്റ് ബാന ഹൈറ്റ്സ് റിസോർട്ട്സ് ആണ്. ഇവിടുത്തെ കാറ്റഗറീസും ഇവിടുത്തെ സൗകര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഇവിടെ സ്റ്റേ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ റൂമിൻ്റെ പ്രൈസും കാര്യങ്ങളും എല്ലാം അറിയാനായിട്ട് താല്പര്യം ഉണ്ടാവും. ഞാൻ കോൺടാക്റ്റ് നമ്പർ കൊടുക്കുന്നുണ്ട് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ, സ്ക്രീനിൽ കാണിക്കുന്നുണ്ടാവും. നിങ്ങൾ ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസോർട്ട് ബുക്കിങ്ങിനും എൻക്വയറീസിനൊക്കെ വേണ്ടിയിട്ട് ആ നമ്പർ ഉപയോഗിക്കാവുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ഒരു വൈൽഡ് പ്ലാനറ്റ് റിസോർട്ട്സിൻ്റെ ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ പതിവ് പോലെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. എന്തായാലും നമുക്ക് നല്ലൊരു സ്റ്റേ ആയിരുന്നു, ഒരു വീക്കെൻഡ് ട്രിപ്പായിരുന്നു. സൺഡേ എൻജോയ് ചെയ്തു, റിലാക്സ് ചെയ്തു. ഒരു ഡിഫറെൻറ്റ് കാറ്റഗറി റൂംസുകളും സർവീസ് ആയാലും ഫുഡായാലും അടിപൊളിയാണ്. ഇവർ 1 മണിക്കാണ് ചെക്ക് ഇൻ കൊടുക്കുന്നത്, 11 മണിക്കാണ് ചെക്കൗട്ട് കൊടുക്കുന്നത്. അതുപോലെ ഫുഡെല്ലാം ഇൻക്ലൂഡാണ് പാക്കേജിൽ. ലഞ്ച് തൊട്ടാണ് ഇവരുടെ ചെക്ക് ഇൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ലഞ്ച്, ഈവനിങ് ടീ, സ്നാക്സ്, വെൽക്കം ഡ്രിങ്ക്, ഡിന്നർ, ബ്രേക്ക്ഫാസ്റ്റ്, എല്ലാ ഫുഡും നിങ്ങളുടെ പാക്കേജിൽ ഇൻക്ലൂഡ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ഡിഫറെൻറ്റ് കാറ്റഗറി ഉണ്ട്. ലോ ബഡ്ജറ്റ് മുതൽ ലക്ഷറി വരെ ഉണ്ട്. ലോ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 11,000 മുതലാണ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി കാറ്റഗറി ആയിട്ട് ആരും ഇതിനെ കാണരുത്. ഇതൊരു പ്രീമിയം കാറ്റഗറിയാണ്. അതുകൊണ്ട് ആ ഒരു കാറ്റഗറിയിലായിരിക്കും റേറ്റും കാര്യങ്ങളൊക്കെ വരിക. പൂളായാലും ഇവിടുത്തെ ആക്ടിവിറ്റീസ് ആയാലും അടിപൊളിയാണ് കേട്ടോ. പിന്നെ നല്ല വ്യൂ ആണ്, മൗണ്ടെയിൻ വ്യൂ ആണ് മെയിൻ ഹൈലൈറ്റ്. പിന്നെ നമുക്ക് കുറച്ച് ഓഫ് റോഡൊക്കെ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നമുക്ക് കുറച്ച് ഓഫ് റോഡൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റും. അപ്പോൾ എന്തായാലും നല്ലൊരു സ്റ്റേ ആയിരുന്നു വൈൽഡ് പ്ലാനറ്റ്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.